എൻ്റെ പേര് ജുനൈദ്. ഞാനിവിടെ ഒരു ഹാർഡ്വെയർ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു 5 വർഷത്തോളമായി ആശാ പവറിൻ്റെ സോളാർ ഉപയോഗിക്കുന്നത്. നമ്മളെ പഴയ ബിൽഡിംഗ് ആയിരുന്നു, അത് പൊളിച്ച് പുതിയ ബിൽഡിങ് റെനോവേറ്റ് ചെയ്തപ്പോഴാണ് സോളാർ എന്നുള്ളൊരു പദ്ധതിയിലേക്ക് മാറാൻ ചാൻസ് ഉണ്ടായത്. അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് പെയിൻറ് മിക്സിങ്ങുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ ഒരു ദിവസം കറണ്ട് രാവിലെ 8 മണിക്ക് പോയാൽ വൈകുന്നേരം 5 മണി 6 മണിക്കാണ് കറണ്ട് വരിക. അപ്പോൾ അന്നത്തെ എല്ലാ പെയിൻറ് ബിസിനസ്സും നമുക്ക് നഷ്ടപ്പെടുകയാണ്. കാരണം ഇത് മിക്സ് ചെയ്യണമെങ്കിൽ കറണ്ട് വേണം. ഏകദേശം അന്ന് തൊട്ട് ഇതുവരെ നമ്മൾ KCBയുടെ കറണ്ട് ഉപയോഗിച്ചിട്ട് തന്നെയല്ല. കണക്ഷൻ അവിടെ ഉണ്ട്, മെയിൻ ഫ്യൂസ് ഊരി വെച്ചൊക്കെയാണ്. നമ്മുടെ എല്ലാ പദ്ധതികളും എല്ലാ സംഗതിയും അതിൽ നടക്കുന്നുണ്ട്. ഫാന്, ലൈറ്റ്, പെയിൻറ് മിക്സ് ചെയ്യുന്ന മെഷീൻ തന്നെ 2 ഉണ്ട്. പിന്നെ ഇവരെ സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ ഉഷാറാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ സർവീസിൻ്റെ ആവശ്യം വന്നിട്ടില്ല. 1-2 പ്രാവശ്യം വന്നിട്ടുള്ളൂ. അത് വിളിച്ചു പറഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് അവരെത്തും. അവരുടെ ഓഫീസും ഇവിടെ അടുത്തായതുകൊണ്ട് എപ്പോൾ വിളിച്ചാലും വിടും. രാത്രി ആയാലും പകലായാലും എപ്പോൾ വിളിച്ചാലും അവർ വരും. വർക്കിംഗ് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണ സന്തുഷ്ടയാണ്. കാരണം ഇതുവരെ ഞാൻ പറഞ്ഞില്ലേ 2020-21 പ്രളയം വന്നിരുന്നു. ഒരു 3-4 ദിവസം കംപ്ലീറ്റ് കറണ്ട് ഇല്ലാത്തൊരു സമയം വരെ വന്നിരുന്നു. ആ ടൈമിലും കറണ്ടും ഇല്ല, സൺലൈറ്റും ഇല്ലായിരുന്നു. എന്നിട്ടും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ പോയിട്ടുണ്ട്. ആ സോളാർ വെച്ചിട്ട് തന്നെ മുഴുവൻ സംഗതികളും വർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. കറണ്ട് ബില്ല് എങ്ങനെ വെച്ചാൽ നമ്മൾ 2 മാസം കൂടുമ്പോൾ ഒരു 110 രൂപ അല്ലെങ്കിൽ 108 രൂപ ആ സംഗതി നമ്മൾ അടക്കണുള്ളൂ. അതായത് അതിൻ്റെ മീറ്റർ വാടക മാത്രം. യൂസേജ് 0 ആണ്. അന്ന് 2020 വെച്ച് തൊട്ട് ഇതുവരെ ഒരു യൂണിറ്റ് പോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. സാറ്റിസ്ഫാക്ഷൻ ആശാ പവറിനെ പറ്റി പറയുകയാണെങ്കിൽ അവരെന്താ വെച്ചാൽ പറഞ്ഞതുണ്ടാവും. ഇപ്പം 10 യൂണിറ്റ് ഒരു ദിവസം കിട്ടുന്ന അവർ പറഞ്ഞ മറ്റുള്ള ബ്രാൻഡുകളെ പോലെയല്ല. എൻ്റെ ഫാദർ എപ്പോഴും പറയും അവരെ പറ്റി, അവർ പറഞ്ഞത് എപ്പോഴും ഉണ്ടാവും. 10 യൂണിറ്റ് ആണെങ്കിൽ 10 യൂണിറ്റ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അതുകൊണ്ടാണ് നമ്മൾ 2020 ഇത് വെച്ചതിന് ശേഷം 2023 നമ്മളെ വീട്ടിലേക്കും ഇതുപോലെ സോളാർ ചെയ്തിട്ടുണ്ട്. വീട്ടിൽ ഏകദേശം ഒരു 8 കിലോ വാട്ടിൻ്റെ പാനലും കാര്യമൊക്കെ വെച്ചിട്ട് വീട്ടിൽ ഇപ്പോൾ 2023 ചെയ്തു. ഇപ്പോൾ അത് 2 വർഷം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മളത് വീട്ടിലും അതന്നെ ചെയ്യാൻ കാരണം, ഇവർ തന്നെ ചെയ്യാൻ കാരണം. നമ്മളിപ്പോൾ ഏകദേശം 5 വർഷത്തോളമായി. 5 വർഷമായിരുന്നു നമ്മളെ ബാറ്ററിക്ക് വാറണ്ടിയും കാര്യം പറഞ്ഞത്. നമ്മളൊരു 7 വർഷം വരെ അതിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ലിഥിയം ബാറ്ററി, പുതിയ ഇന്നോവേഷൻ ലിഥിയം ബാറ്ററി വരുന്നുണ്ട്. നമ്മൾ അവരെ കൂടെ അതിനെപ്പറ്റി ചോദിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഈ ബാറ്ററി മാറേണ്ട സമയമായാൽ ലിഥിയം ബാറ്ററിയിലേക്ക് മാറണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.